ചേതന, ചേതന. നിമ്മി മതിലിനപ്പുറം നിന്ന് വിളിക്കുന്നത് കേട്ടാണ് അവൾ ചെന്നത്. നിന്നണയ്ക്കുന്നുണ്ടായിരുന്നു അവൾ. എന്താടി എന്ന് ചോദിച്ചപ്പോൾ കുറച്ചുകൂടി വേഗമായി കിതപ്പ്. ഉള്ളിലുള്ളത് പറഞ്ഞു തീർക്കാൻ വെമ്പി എന്ന പോലെ. വാര്യത്തെ ഹരിസാറ് വന്നിട്ടുണ്ടെന്ന്. ഹരിസാറ് എന്ന് കേട്ടപ്പോൾ ഉള്ളിലൊരു മിന്നൽ കടന്നുപോയി. മിഴി നിറഞ്ഞു വന്നു. ദേഷ്യമോ സങ്കടമോ എന്താണെന്നറിയാതെ അതെല്ലാം നിമ്മി കാണാതിരിക്കാനുള്ള വെപ്രാളം വേറെ. അതിന് എനിക്കെന്താ? ആര് വേണേലും വരട്ടെ പോട്ടെ, എനിക്കൊന്നുമില്ല. അതും പറഞ്ഞ് കയറിപ്പോകുമ്പോൾ നിമ്മി സഹതാപത്തോടെ നോക്കുന്നുണ്ടാവും എന്നറിയാമായിരുന്നു. വേഗം മുറിയിൽ ചെന്നു അലമാരയിലെ ഫ്രെയിം ചെയ്ത ഫോട്ടോ എടുത്ത് നോക്കി. പണ്ട് ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ എടുത്ത ഫോട്ടോ. നടുക്കായിരിക്കുന്നു ഹരിസാറ്. മുകളിൽ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഇടത്തെ അറ്റത്ത് താനും. ഷർട്ടും ചുളിവില്ലാത്ത മുണ്ടും ചുറ്റി തുണിസഞ്ചിയും തോളിലിട്ട് വരുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് പഠിപ്പിക്കുന്ന ഹരിശങ്കർ എസ് വാര്യർ. അന്ന് പെൺകുട്ടികളുടെ മനസ്സിലെ ആരാധനാ കഥാപാത്രം. തനിക്കും അന്ന് സാറിനോട് വല്ല പ്രത്യേകതയും തോന്നിയോ? ഉവ്വ്. പക്ഷേ കാര്യമാക്കിയില്ല. ആ മനസ്സിലെ ഇഷ്ടം തുറന്നു പറയും വരെയും ഉള്ളിലിട്ട് മൂടിയിരുന്നു എൻ്റെ ഇഷ്ടം. കാരണം മനസ്സ് മുഴുവൻ പ്രാരാബ്ദങ്ങളായിരുന്നു. അമ്മയില്ലാത്തത് അറിയിക്കാതെ വളർത്തിയ അച്ഛനും താൻ സ്വയം അമ്മയായി സ്നേഹിച്ച കുഞ്ഞനിയത്തിയും മാത്രമായിരുന്നു. അവർക്ക് വേണ്ടി മാത്രം ജീവിച്ചു. അന്ന് കോളേജ് അവസാനിക്കുന്ന ദിവസമാണ് സാർ പറഞ്ഞത്. ഓട്ടോഗ്രാഫും ക്ലാസ് ഫോട്ടോ എടുക്കലും ഒക്കെ കഴിഞ്ഞ് പ്രിയപ്പെട്ട ബദാം മരത്തിൻ്റെ ചോട്ടിലെ സിമൻറ്റ് ബെഞ്ചിലിരിക്കുമ്പോൾ മറ്റേതോ ലോകത്തായിരുന്നു. ചേതന എന്ന ഗാംഭീര്യമാർന്ന സ്വരമാണ് ചിന്തയിൽ നിന്നുണർത്തിയത്. പിടഞ്ഞെഴുന്നേറ്റു. സാർ എന്ന് വിളിച്ചപ്പോൾ വേണ്ട ഇരിക്കടോ എന്ന് പറഞ്ഞു സാർ. മെല്ലെ ബെഞ്ചിൽ വന്നിരുന്ന് മുഖത്തേക്ക് നോക്കിയപ്പോൾ തലയറിയാതെ താഴ്ന്നിരുന്നു. എനിക്ക് ചേതന തന്നെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. വീട്ടിൽ വന്ന് ചോദിക്കട്ടെ ഞാൻ. തൻ്റെ സമ്മതം കൂടി അറിഞ്ഞിട്ടാവാം എന്ന് കരുതി. കേട്ടത് വിശ്വാസം വരാതെ സാറിനെ നോക്കി. ആ മുഖത്ത് അപ്പോഴും നേർത്ത ചിരിയായിരുന്നു. മിഴികൾ എന്തിനോ പെയ്തിറങ്ങിയിരുന്നു. സന്തോഷത്തിൻ്റെ നേർച്ചാലുകൾ. കുറച്ചുനേരം അങ്ങനെയിരുന്നു. ഡോ, താനൊന്നും പറഞ്ഞില്ല. ഇഷ്ടാണോ എന്നെ? ഏങ്ങലടികൾ സമ്മതം പറഞ്ഞു. മാഷിൻ്റെ കണ്ണും നിറഞ്ഞിരുന്നു. കയ്യിലെ ചെറുവിരലിലെ മോതിരമൂരി ഇട്ടു തന്നിട്ട് കാതിൽ പറഞ്ഞിരുന്നു, ഹരിശങ്കറിൻ്റെ സ്വന്തമാവാൻ കാത്തിരുന്നോളാൻ. സന്തോഷം കൊണ്ടാണോ അറിയില്ല, ഇത്തിരി നേരം അവിടെ ഇരുന്ന് കരഞ്ഞു. പിന്നെ മെല്ലെ വീട്ടിലേക്ക് നടന്നു. അനിയത്തിക്കുട്ടിക്കായും ജോലി കഴിഞ്ഞ് തളർന്നു വരുന്ന അച്ഛനായും നീക്കിവെച്ച സമയത്തിൽ ഇത്തിരി പിശുക്കാൻ തുടങ്ങി. ആയൊരാളെ ഓർക്കാൻ. വിഷമങ്ങൾ വരുമ്പോൾ കയ്യിലെ മോതിരവിരലിലെ ആനവാൽ മോതിരം ഒന്ന് നോക്കും. അപ്പോൾ വല്ലാത്ത ഒരു കരുത്തായിരുന്നു. അമ്പലത്തിൽ പോകുമ്പോൾ അവിടെ ആൽത്തറയിൽ കാത്തെന്ന പോലെ ഇരിക്കുന്നുണ്ടാവും. തൊഴുതുമടങ്ങുമ്പോൾ കൂടെ നടക്കും. ഒന്നോ രണ്ടോ വാക്ക് തമ്മിൽ മിണ്ടും. അതിനേക്കാൾ വാചാലമാകുന്ന നോട്ടങ്ങൾ നൽകും. അപ്പോഴേക്കും മനസ്സ് നിറയും. പിരിയുമ്പോൾ ചെറുതായി കണ്ണും. ഹരിസാറിൻ്റെ പെങ്ങളും അമ്മയും വന്ന് വിവാഹം ഉറപ്പിച്ചു. അച്ഛന് പൂർണ്ണ സമ്മതമായിരുന്നു. അനിയത്തിക്കുട്ടിയും പറഞ്ഞു, എൻ്റെ ചേച്ചൂട്ടിയുടെ ഭാഗ്യമാണെന്ന്. മറ്റൊരു ദേശത്തെ ഗവൺമെൻറ് കോളേജിൽ ജോലി കിട്ടി ഹരിസാർ പോവാന്ന് പറഞ്ഞപ്പോൾ നെഞ്ചിലൊരു കല്ലെടുത്ത് വെച്ചതുപോലെയായിരുന്നു. എന്നിട്ടും കണ്ണീര് മറച്ചു വച്ചൊരു ചിരിയാലെ യാത്രയാക്കി. ഒരു ദിവസം അനിയത്തിക്കുട്ടിയെയും എന്നെയും തനിച്ചാക്കി അച്ഛൻ അങ്ങ് പോയപ്പോൾ തളർന്ന ഞങ്ങളെ താങ്ങി നിർത്തിയത് ആ കൈകളായിരുന്നു. ഒരുവിധം സാധാരണ നിലയിലെത്തും വരെ കൂടെ ഉണ്ടായിരുന്നു. പ്രാരാബ്ധക്കാരിയെ ഏറ്റെടുക്കുന്നതിൻ്റെ മുറുമുറുപ്പ് ഹരിസാറിൻ്റെ വീട്ടിലും കൂടിയപ്പോൾ ഉള്ളിലെന്തോ പിടച്ചിൽ. അർഹതയില്ലാത്തതെന്തോ തട്ടിയെടുക്കും പോലെ. ഒരിക്കൽ ഹരിസാറിൻ്റെ ഒരു ബന്ധു കളിയാക്കി പറഞ്ഞിരുന്നു, അനിയത്തിക്കുട്ടി ഫ്രീ ആണല്ലേ എന്ന്. ഹരിസാറിന് വരുന്ന വലിയ വീട്ടിലെ കല്യാണ ആലോചനകൾ കൂടി കേട്ടപ്പോൾ തീരുമാനിച്ചു, പ്രാരാബ്ധക്കാരിയെ ജീവിതത്തിലേക്ക് വിളിച്ചു കയറ്റി ആ ജീവിതം കൂടി ദുസ്സഹമാക്കേണ്ട എന്ന്. ഒരു കൂട്ടി വച്ച മോഹങ്ങളെല്ലാം മായ്ച്ചു കളഞ്ഞു. വിവാഹവും ജീവിതവും എല്ലാം. ചൈതന്യ എന്ന അനിയത്തിക്കുട്ടിയെ മാത്രം ഓർത്തു. ആ അമ്പലനടയിലെ ആൽത്തറയിൽ വെച്ച് തന്നെ മോതിരം തിരികെ നൽകി. വേറെ ആളെ നോക്കൂ എന്ന് മാത്രം പറഞ്ഞു. ഹൃദയം മുറിഞ്ഞ് നിണമൊഴുകുന്നുണ്ടെങ്കിൽ കൂടിയും. ഒന്നും മിണ്ടാതെ മോതിരം തിരികെ വാങ്ങാതെ ഹരിസാർ നടന്നു നീങ്ങുമ്പോൾ അറിഞ്ഞില്ല അവസാനത്തെ കൂടിക്കാഴ്ചയായിരുന്നു അതെന്ന്. പുറപ്പെട്ടു പോയത് എങ്ങോട്ടാണെന്ന് പോലും അറിഞ്ഞില്ല. വെളിച്ചത്തിൽ ചിരിച്ച് ഉള്ളിൽ കരഞ്ഞ് ജീവിച്ചു. അവൾക്കായി, ചൈതന്യ അനിയത്തിക്കുട്ടിക്കായി ചെറിയൊരു ജോലിയും കണ്ടുപിടിച്ചു. പറക്കമുറ്റിയപ്പോൾ ഇഷ്ടപ്പെട്ടവനോടൊപ്പം അവൾ പറന്നുപോയി. തന്നെപ്പറ്റി ഒരു തവണ ഓർക്കുക കൂടി ചെയ്യാതെ. എല്ലാം നഷ്ടപ്പെട്ടിട്ടും ജീവിച്ചത് ചില ഓർമ്മകൾ ഉള്ളിലുള്ളതുകൊണ്ട് മാത്രമായിരുന്നു. ആ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങിയാൽ എല്ലാം ശരിയാവുമെന്ന് കരുതി. വീണ്ടും ആ മോതിരം ഒന്നുകൂടി എടുത്തു. മിഴികൾ ചാലിട്ടൊഴുകി. ആ മുഖം ഉള്ളിൽ മികവോടെ നിറഞ്ഞു വന്നു. മിഴികൾ ഇറുക്കി ചിമ്മി. വാതിലിൽ ഒരു മുട്ടുകേട്ടാണ് ഞെട്ടിയുണർന്നത്. എല്ലാം എടുത്തുവെച്ച് മുഖമൊന്ന് അമർത്തി തുടച്ച് വാതിൽ തുറന്നു. ഹരിസാർ പതിയെ പറഞ്ഞു.
മറന്നിട്ടില്ലല്ലേ, ഭാഗ്യം എന്നൊരു പുച്ഛച്ചിരിയോടെ പറഞ്ഞപ്പോൾ തല താഴ്ന്നുപോയി. എന്നോ മനസ്സിൽ കയറിയവൾ അവൾക്കും ഇഷ്ടാന്നറിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷിച്ചു. ലോകം കീഴടക്കിയ പോലെ. നിഴലായി കൂടെ നിർത്തിയിട്ടും ആരുടെയൊക്കെയോ വാക്കുകൾക്ക് എൻ്റെ സ്നേഹത്തേക്കാൾ വില കൊടുത്തു അവൾ. അനിയത്തിക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ചു. തല താഴ്ത്തി നിന്ന് നിശബ്ദമായി കരയുന്നവളെ ഒന്ന് നോക്കി ഹരിസാർ. ഈ പറഞ്ഞവരൊക്കെ എവിടെ? ഒന്ന് വിളിക്കാമോ ചേതനയ്ക്ക്? എൻ്റെ പ്രാണൻ്റെ വിലയുള്ള പ്രണയത്തേക്കാൾ നീ വില കൽപ്പിച്ചവരെ? സാർ, ഞാൻ ദയയുടെ കണിക ഇത്തിരി പോലും കണ്ടില്ല സാറിൻ്റെ മുഖത്ത്, പകയുടെ ജ്വാലകളല്ലാതെ. കണ്ടിരുന്നു നിന്റെ അനിയത്തിയെ. നിന്നെപ്പറ്റി ചോദിച്ചപ്പോൾ പുച്ഛത്തോടെ ഒരു പ്രസംഗം നടത്തി. അതാ ഞാൻ ഇവിടേക്ക്. തളർന്നിരുന്നു അത് കേട്ട്. ഏങ്ങലടികൾ പരിധി വിട്ട് പുറത്തേക്കൊഴുകി. ഇനി ആർക്കു വേണ്ടി ജീവിക്കും? പരിഹാസത്തോടെ ചോദിച്ചതാണെങ്കിലും ഒന്നിനും ഉത്തരമില്ലായിരുന്നു. നാളെ അമ്പലനടയിലെത്തണം. ഒരിക്കൽ പിരിഞ്ഞ ഇടത്ത് വെച്ച് ഹരിശങ്കർ ഈ കഴുത്തിലൊരു താലി കെട്ടും, മനസ്സിലായോ? പറഞ്ഞത് കേട്ടത് ഒരു പിടച്ചിലോടെയാണ്. എന്താണ് മറുപടി പറയേണ്ടതെന്ന് ഓർക്കുന്നതിന് മുമ്പ് ആൾ നടന്നു നീങ്ങിയിരുന്നു. വാതിൽപ്പടിയിൽ പിടിച്ച് നിലത്തേക്ക് പടിഞ്ഞിരുന്നു. രാവിലെ അമ്പലത്തിലെത്തിയപ്പോൾ കണ്ടിരുന്നു ഗൗരവം നിറച്ച മുഖത്തോടെ ഹരിസാറിനെ. ഒന്ന് ചുറ്റി തൊഴുതു വന്ന് നടക്കൽ നിന്ന് കണ്ണടച്ച് തൊഴുതു. അപ്പോഴേക്ക് ഹരിസാറ് വന്ന് താലി ചാർത്തി. നെറുകിൽ സിന്ദൂര ചുവപ്പണിയിച്ചു. എല്ലാം ഒരു സ്വപ്നത്തിലെന്ന പോലെ ഞാനും നിന്നു. ഒടുവിൽ എൻ്റെ കയ്യും പിടിച്ച് ചേർത്ത് നിർത്തുമ്പോൾ ചെവിയിൽ പറഞ്ഞിരുന്നു, ആർക്കു വേണ്ടേലും ഹരിക്ക് വേണടോ തന്നെ എന്ന്. താനില്ലാണ്ട് എനിക്ക് പറ്റില്ലടോ എന്ന്. സന്തോഷത്തിൻ്റെ പാരമ്യത്തിൽ ആ കൈകളിൽ കൈ ചേർന്ന് നടക്കുകയായിരുന്നു ഞാനപ്പോൾ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.